ഈ ശമ്പള പരിഷ്കരണം തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയല്ലോ, ഏപ്രിലോ മെയ് ആദ്യമോ ഒക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി അങ്ങ് പ്രഖ്യാപിക്കും. അപ്പോഴീ ഇലക്ഷൻ കമ്മീഷന് ഒരാവശ്യമില്ലാത്ത ചില പണികൾ ചെയ്യും. പെരുമാറ്റച്ചട്ടം അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഗവൺമെന്റിനെ സമ്മതിക്കത്തില്ല. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കളി കാണിച്ചു തരായിരുന്നു. വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമായിരുന്നു. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ആടുകയും ഒലുകയും ചെയ്യുന്ന കപ്പലൊന്നുമല്ല കേട്ടോ. അതിലൊരു കപ്പിത്താനുണ്ട്. തീരുമാനിച്ചാൽ തീരുമാനിച്ചതുപോലെ നടത്തിയിരിക്കും. അങ്ങനെയാണ് ഏത് കാര്യം നോക്കിയാലും നടത്തിയിരിക്കും. ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു പോയി. എന്തൊരു പുകിലായിരുന്നു. ഇപ്പൊ ചിലപ്പം മെസ്സി ഈ മാർച്ചിൽ വന്നേക്കുമെന്നാ പറയുന്നത്. പുതിയ അറിവാ, പുതിയ ഇൻഫർമേഷൻ അങ്ങനെ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചാൽ നടപ്പാക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന കൊസ്രാക്കോളി ഇല്ലായിരുന്നെങ്കിൽ നല്ല കാര്യമായി. വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവനക്കാരുടെ ശമ്പളവും കൂട്ടിയതിനെയും പെൻഷൻകാരുടെ പെൻഷനും വർദ്ധിപ്പിച്ചതിനെയും. അത് തൽക്കാലം നടക്കത്തില്ല.